ഉണക്കസ്രാവിൻ്റെ കറിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചായക്ക് ഇന്ന് പുട്ടാണ് കേട്ടോ. പിന്നെ അമ്മ ഇത് റൈസ് കുക്കറിൽ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട്. കറിക്കുള്ള ഉള്ളി കാച്ചാനുള്ള ഉള്ളി അരിയാണ് കേട്ടോ. ഞാൻ നോക്കുമ്പോഴാണ് തക്കാളി കേടായത് കണ്ടത്. അപ്പോൾ അതെടുത്ത് വേഗം നമ്മുടെ പശുവിൻ്റെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തു. അമ്മ മുറ്റടിക്കാണ് കേട്ടോ. നമുക്ക് അച്ചങ്ങൊരു ലോഡ് മിറ്റടിക്കേണ്ട കാര്യമാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് ഇവിടെ. അങ്ങനെ ഉള്ളി അരിയുമ്പോൾ എൻ്റെ നഖം നൈസായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അച്ചങ്ങ കൂട്ടാനും അപ്പുറത്ത് കൂട്ടാനുണ്ട്, ഇപ്പുറത്തെ ഗ്യാസുമ്മേ പുട്ടും ഉണ്ട്. അപ്പോൾ കറി തിളച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ പുട്ടായപ്പോൾ അതിങ്ങനെ ഇതേ കുത്തി കൊടുത്തു. പിന്നെ ഇതേ പുട്ട് നിറയ്ക്കുമ്പോൾ അതിൽ ചില്ലിടാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ തേങ്ങ ഇട്ടപ്പോൾ നേരെ നിലത്തേക്ക് വീണു. പിന്നെ ഇതേ വീണ്ടും ചില്ലൊക്കെ ഇട്ട് പുട്ടൊക്കെ നിറച്ചു. പിന്നെ ഇതേ കറി ഇതേ വറവിടാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ കുഞ്ഞ് ചീഞ്ചട്ടി വെച്ചു. ഈ ചീഞ്ചട്ടിയുമ്പോൾ എപ്പോഴും എൻ്റെ കൈ പൊള്ളാറുണ്ട്. അപ്പോൾ ഞാൻ നോക്കി ചെയ്യാൻ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇതേ വറുത്ത് കഴിഞ്ഞു. പിന്നെ ഇതേ തുണി പിടിച്ചിട്ട് എനിക്ക് ഈ സംഭവം പിടിക്കാൻ നല്ല പേടിയാണ്. ഞാൻ എപ്പോഴും പ്ലക്കർ വെച്ചിട്ടാണ് പിടിക്കാറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പാത്രങ്ങൾ പരക്കുമല്ലോ, അതൊക്കെ അപ്പം തന്നെ കഴുകി കിട്ടും. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ റൂമൊന്ന് വേഗം ക്ലീൻ ആക്കാൻ നിൽക്കായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അടിച്ചോരി തുടയ്ക്കാൻ നിൽക്കുന്ന സമയത്ത് അമ്മ കുളിക്കാൻ കയറുക. അപ്പം ഞാൻ വേഗം പോയിട്ട് അമ്മയുടെ റൂം അടിച്ച് തുടച്ചിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്കള ഞാൻ ക്ലീൻ ചെയ്യാണ്. ഏറെക്കുറെ നമ്മുടെ അടുക്കളത്തെ പണി കഴിഞ്ഞു കേട്ടോ. ചായയായി, പിന്നെ കറിയും ചോറിനുള്ള കറിയായി. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അതേ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ഞാൻ ചോറ് ഊറ്റാൻ നിൽക്കുകയാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ചോറ് ഊറ്റുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല പേടി ഉണ്ടായിരുന്നു. കഞ്ഞിവെള്ളം ഇങ്ങനെ തിളച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ അതങ്ങനെ എനിക്ക് ഊറ്റി സെറ്റാക്കി. പിന്നെ ഞാൻ നേരെ വാതിൽ തുറന്നു. ഉമ്മറത്തിൻ്റെ അവസ്ഥ എന്താ, മഴയൊക്കെ പെയ്തിട്ടുണ്ടാവുമോ നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഉമ്മറത്ത് വലിയ ടാസ്ക് ഒന്നുമില്ല. പിന്നെ സോഫയൊക്കെ തട്ടി കുറഞ്ഞ് അതൊക്കെ വിരിച്ചിട്ടു. പിന്നെ അടിച്ചോരി തുടയ്ക്കുക. ഇതോടെ എൻ്റെ പണി കഴിഞ്ഞു ഗൈസ്. ഇത്രയല്ലേ ഉള്ളൂ. എല്ലാവരും വീട്ടിലേക്ക് ഇറങ്ങിവിടട്ടെ. കാരണം വീട്ടിൽ ആൾ കൂടുന്തോറും പണി കൂടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇത് അമ്മ പണിക്ക് പോയി. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടോ. അപ്പോൾ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ട് ആദർശേട്ടനെ വെയിറ്റ് ചെയ്തിട്ടാട്ടോ ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഇത് ആദർശേട്ടൻ എത്തി. ആദർശേട്ടൻ ഇത് കുറേ നാളികേരം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.